പൊടിച്ച് നാക്കിലയൊന്നു വിരിച്ച് കറിയോരോന്നായി വിളമ്പ് കുന്നല്ലരിയുടെ ചോറിൽ നറുനെയ്യൊരു തുള്ളി പാവയ്ക്ക വറുത്തരച്ച് കറി വെക്കുന്നതിന് നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 350 ഗ്രാം പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ഈ പാവയ്ക്ക ഞാനിവിടെ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. ഈ കറിയിലേക്ക് നമ്മൾ തേങ്ങ വറുത്തിട്ട് അരച്ച് ചേർക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫ്രോസൺ തേങ്ങയ്ക്കാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5 പിടി തേങ്ങ എടുക്കുക. ഈ തേങ്ങയുടെ കൂടെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മുഴുവനായിട്ടുള്ള മല്ലിയാണ് എടുത്തേക്കുന്നത്. അത് നിങ്ങൾ മല്ലിയുടെ പൊടി ചേർക്കരുത്. ഇതേപോലെ മുഴുവനായിട്ടുള്ള മല്ലി നമുക്കിപ്പോൾ എല്ലാ കടയിൽ നിന്നും വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അത് മുഴുവനായിട്ടുള്ള മല്ലി ചേർക്കണമെന്ന് പറയുന്നത് എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങ നമ്മൾ വറുത്തെടുക്കുമ്പോൾ മുഴുവനായിട്ടുള്ള മല്ലി ചേർത്തിട്ടുണ്ടെങ്കിൽ ആ കറിയുടെ ടേസ്റ്റിന് നല്ല വ്യത്യാസം ഉണ്ടാവും. പിന്നെ മഞ്ഞൾപ്പൊടി വേണം. പിന്നെ ഞാനിവിടെ ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ സാധാരണ നമ്മുടെ നല്ല എരിവുള്ള ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ പിരിയൻ മുളക് എടുത്തിട്ടുണ്ട്. ഈ പിരിയൻ മുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു കളർ ഉണ്ടാവും. പക്ഷെ പിരിയൻ മുളകിന് എരിവ് ഭയങ്കര കുറവായിരിക്കും. അപ്പം എരിവിന് വേണ്ടിയിട്ട് നിങ്ങൾ സാധാരണ മുളകും കൂടിയിട്ട് ചേർക്കാം. പിന്നെ കറിവേപ്പില വേണം. പിന്നെ ഈ കറിയിലേക്ക് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് വാളംപുളിയാണ് ചേർക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം. ഇത് നമ്മുടെ കറിയുടെ പുളിക്കനുസരിച്ചിട്ട് വേണം ഈ വാളംപുളിയുടെ നീര് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിനും കൃത്യമായിട്ടൊരു കണക്കില്ല. ആദ്യം നിങ്ങൾ കുറച്ച് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർക്കുക. പിന്നെ ഞാനിവിടെ ഒരു മീഡിയം സവോള നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സവോളയ്ക്ക് പകരം നിങ്ങൾ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളി ചേർക്കുക. ചുവന്നുള്ളി ആയിരിക്കും കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചുവന്നുള്ളിന് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 5 വലിയ ചുവന്നുള്ളി എടുക്കുക. പിന്നെ ഞാനിവിടെ കുറച്ച് തേങ്ങക്കൊത്ത് എടുത്തിട്ടുണ്ട്. ഈ തേങ്ങക്കൊത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷേ എനിക്ക് ഇതേപോലെ ഇങ്ങനെ വറുത്തരച്ച് വെക്കുന്ന ചില കറികളിലേക്കും തേങ്ങക്കൊത്ത് ചേർക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ചിലവർക്ക് തേങ്ങക്കൊത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ഞാനിവിടെ 2 പിടി തേങ്ങക്കൊത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പാവയ്ക്ക ആയതുകൊണ്ട് ഈ കറിക്ക് ചെറുതായിട്ടൊരു കൈപ്പരസം ഉണ്ടാവും. അപ്പം ഞാൻ ഈ കറിയിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടിയും ചേർക്കുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ കറിയാക്കാന്ന്. ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഈ കറിയിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ചൂടാക്കുക. അപ്പോൾ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ ചേർക്കുക. മുഴുവനായിട്ടുള്ള മല്ലി ചേർക്കുക. ഞാൻ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ മല്ലിയാണ് ചേർത്തേക്കുന്നത്. ഇതേപോലത്തെ വലിയ സ്പൂണിനെയാണ് ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത്. ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിവിടെ ഈ പിരിയൻ മുളകാണ് കൂടുതൽ ചേർത്തേക്കുന്നത്. ഈ പിരിയൻ മുളകിന് എരിവ് വളരെ കുറവായിരിക്കും. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. മുരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആവണം. തേങ്ങയ്ക്ക് നിങ്ങൾ വറുത്തെടുക്കുമ്പോൾ എപ്പോഴും നല്ല കട്ടിയുള്ള ഒരു പാനിലിട്ടിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കനം കുറഞ്ഞ സ്റ്റീലിൻ്റെ പാനിലേക്ക് ഇട്ടിട്ട് നിങ്ങൾ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പെട്ടെന്ന് പുക കയറും. അങ്ങനെ പുക കയറിയിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു കൈപ്പരസം ഉണ്ടാവും. ഇതേപോലത്തെ നിങ്ങളുടെ അടുത്ത് ഇതേപോലത്തെ നമ്മുടെ നാട്ടിലേക്ക് ഉപയോഗിക്കുന്ന സാധാരണ ചീനിച്ചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. പിന്നെ ഇത് എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ ഈ തേങ്ങയുടെ എല്ലാ സൈഡും ഒരേപോലെ മുരിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ തേങ്ങ മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുക. ഞാൻ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഈ മഞ്ഞൾപ്പൊടിയും ഇതിൻ്റെ കൂടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മുരിയണം. അപ്പോൾ തേങ്ങ നന്നായിട്ട് മുരിഞ്ഞ് പോണതിനേക്കാളും മുമ്പ് തന്നെ നിങ്ങളിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം. ഇപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. തേങ്ങ നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ചീനച്ചട്ടിയിൽ തന്നെ വെക്കരുത്. കാരണം ചീനച്ചട്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചീനച്ചട്ടിയുടെ ചൂട് കൊണ്ട് ഈ തേങ്ങ കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നിങ്ങൾ നിറയെ അരച്ചെടുക്കണ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. അല്ലെങ്കിൽ വേറെ പാത്രത്തിലേക്ക് പകർത്തിയിട്ട് വെക്കുക. ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കണം. ഈ തേങ്ങ നിങ്ങളെപ്പോഴും അരച്ചെടുക്കുമ്പോൾ ഏറ്റവും ആദ്യം വെള്ളമൊന്നും ചേർക്കാണ്ട് ഒന്ന് കറക്കിയിട്ടെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കുക. ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് തേങ്ങക്കൊത്ത് ചേർക്കാം.
തേങ്ങക്കൊത്ത് പതുക്കെ ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് പാവയ്ക്ക ചേർക്കാം. ഞാനിവിടെ ഈ കറി വെക്കാൻ വേണ്ടി പോകുന്നത് പാവയ്ക്ക പതുക്കെ ഒന്ന് വറുത്ത പോലെ എടുത്തിട്ടാണ് കറി വെക്കുന്നത്. അപ്പോൾ കറിക്ക് കയ്പ്പ് നല്ല കുറവായിരിക്കും, കറിക്ക് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. സാധാരണ ഇതേപോലെ പാവയ്ക്ക തീയിലൊക്കെ വെക്കുമ്പോൾ പാവയ്ക്ക അതേപോലെ വറുത്തിട്ടല്ല വെക്കാറ്. അപ്പോൾ ഞാനിന്നിവിടെ പാവയ്ക്ക ചെറുതായിട്ടൊന്ന് വറുത്തിട്ടാണ് വെക്കണത്. അപ്പോൾ തേങ്ങക്കൊത്ത് ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് പാവയ്ക്ക ചേർക്കാം. പാവയ്ക്ക നന്നായിട്ട് മുരിയേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് മുരിയണം. അപ്പോൾ പാവയ്ക്ക ചെറുതായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് സവോള കട്ട് ചെയ്ത് ചേർക്കാം. സവോള അല്ലെങ്കിൽ ചുവന്നുള്ളി ചേർക്കാം. ഈ സവോള ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിയേണ്ട ആവശ്യമില്ല, ഇത് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. അപ്പോൾ സവോളയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ വാളംപുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. വാളംപുളിയുടെ വെള്ളം ചേർക്കാം. ഈ കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഏറ്റവും വാളംപുളിയുടെ വെള്ളം ചേർക്കുക. അത് കഴിഞ്ഞിട്ട് തേങ്ങ വറുത്തരച്ചത് ചേർത്താൽ മതി. ഏറ്റവും വാളംപുളിയുടെ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ പാവയ്ക്കയുടെ ഉള്ളിലേക്കൊക്കെ ആ വാളംപുളിയുടെ പുളിയൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പോൾ ആ പാവയ്ക്കയുടെ കയ്പ്പിനും നല്ല വ്യത്യാസം വരും, നന്നായിട്ട് കയ്പ്പ് കുറയും. വാളംപുളി ചേർത്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇതിലേക്ക് നമ്മൾ ചേർത്തേക്കണം വാളംപുളിയും ഈ പാവയ്ക്കയുടെ കൂടെ കിടന്നിട്ട് ആ വാളംപുളി നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ വറുത്തരച്ചത് ചേർക്കാം. അത് അരച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഈ കറിയിലേക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർക്കാം. കറി ഒരുപാട് വെള്ളം പോലെ എടുക്കണ്ട, നല്ല തിക്കായിട്ട് എടുക്കാൻ വേണ്ട. ഇതിൻ്റെ ഗ്രേവി കുറച്ച് ചെറുതായിട്ട് തിക്കായിട്ടിരിക്കണം, ഒരുപാട് വെള്ളം പോലെ ഇരിക്കരുത്. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് കറിയിൽ പുളി കുറവ് പോലെ തോന്നണുണ്ടെങ്കിൽ രണ്ടാമതും പുളിയുടെ വെള്ളം ചേർക്കാം. ഈ കറിയിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടിയും ചേർക്കാം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക. അങ്ങനെ തീ കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ ഇതിനകത്ത് ഈ അരപ്പൊക്കെയും ഈ കറിയുടെ കൂടെ നന്നായിട്ട് മിക്സായി കിട്ടും. ഈ കറിയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ താളിച്ച് ചേർക്കുക. താളിച്ച് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ തേങ്ങയ്ക്ക് വറുത്തരച്ച് ചേർത്തേക്കണേനും താളിച്ച് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഈ കറിയിലേക്ക് താളിച്ച് ചേർക്കുക. താളിച്ച് ചേർക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളി എടുക്കുക, അല്ലെങ്കിൽ സവോള എടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കടുകും പിന്നെ കുറച്ച് ഉണക്കമുളകും കറിവേപ്പിലയും കൂടിയും ചേർത്തിട്ട് ഈ കറിയിലേക്ക് താളിച്ച് ചേർക്കുക. ഈ കറിയിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് ചേർക്കുക. ഇപ്പോൾ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളകും ഇതിനകത്ത് കിടന്നിട്ട് ഒന്ന് നന്നായിട്ട് മൊരിയണം. ഉണക്കമുളക് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവോള ചേർക്കാം. സവോള അല്ലെങ്കിൽ ചുവന്നുള്ളി ചേർക്കാം. കറിവേപ്പിലയും ചേർക്കാം. ഇപ്പോൾ സവോളയ്ക്ക് നന്നായിട്ട് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിയണം. തീ ഓഫ് ചെയ്യാം. ഇത് കറിയിലേക്ക് ചേർക്കാം. പാവയ്ക്ക വറുത്തരച്ച് വെച്ച കറി റെഡി ആയിട്ടുണ്ട്. ഈ കറീനെ പാവയ്ക്ക വറുത്തരച്ച് വെച്ച കറിയെന്നോ അല്ലെങ്കിൽ പാവയ്ക്ക തീയലെന്നോ പറയാം. ഈ കറി നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത്. നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റായിരിക്കും. അത് നിങ്ങൾ പാവയ്ക്ക ഇഷ്ടമില്ലാത്തവർക്കായിരുന്നാലും ഈ കറി ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും ഇത്.
പിന്നെ ഈ കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാണ്ട് പുറത്ത് വെച്ചിരുന്നാലും ഒരു 3-4 ദിവസം വരെ ഈ കറി കേടാവാതിരിക്കും. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലേക്ക് ലോങ് ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ഇതേപോലെ കറിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊരു 3 ദിവസമെങ്കിലും എന്തായാലും കേടാവാതിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.